എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മഴയാണ്. വടിയും കൊടയും എടുത്ത് ഞാൻ ആറ്റുതീരത്തേക്ക് ഇറങ്ങി. സ്കൂൾ വിട്ട് പിള്ളേർ പോകുന്നുണ്ട്. മഴയത്ത് മുങ്ങിക്കുളിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അടിയൊഴുക്കുള്ളത് കൊണ്ട് വായും പൊളിച്ച് കൊതിയോടെ ഇവരെ നോക്കി ഞാനിങ്ങനെ നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചൂണ്ടവീരൻ ചൂണ്ടയിട്ട് തുടങ്ങി. ഇത് ഇവാൻ. പാടത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കുറച്ച് മീനെ കിട്ടി. ഇത് ഞങ്ങളുടെ കൂട്ടുകാർ തന്നതാണ്. അവർ പറഞ്ഞു ഈ മീൻ കൊണ്ടുപോയി ഒന്ന് വറുത്ത് അതിൻ്റെ റെസിപ്പി ഇടണം വീഡിയോയിൽ നിന്ന്. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട്. 2 ദിവസം വെള്ളത്തിൽ കിടക്കാതെ ഇരുന്നാലും ചാവാത്ത കല്ലടമുട്ടിയാണ് സാധനം. കൊല്ലരുത് എന്ന പാപം ഞാൻ ഓർത്തുപോയി. എന്ത് ചെയ്യാനാ, ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ മീൻ തന്നെ വേണം. ചാടി എങ്ങോട്ടാണോ പോകുന്നത്. എത്രത്തോളം ചാടും? പെണ്ണ് ചാടിയാൽ ചട്ടിയോളം മുട്ടോളം എന്നൊക്കെ പഴഞ്ചൊല്ലുണ്ട്. എന്തൊക്കെയോ ഉണ്ട്. ഞാൻ അതൊക്കെയൊന്ന് ഓർത്ത് ഇവനെയും പൊക്കി. നല്ല മരുന്നാണ് വരാൽ മീൻ. അങ്ങനെ തിരികെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ മഴയത്ത് ദേ പടന്ന് കിടക്കുന്നുണ്ട്. വെട്ടിയെടുത്ത് കുമ്പളങ്ങായും പറിച്ച് ഫാഷൻ ഫ്രൂട്ടും പറിച്ച് ഞാൻ വീടിൻ്റെ അടുക്കളയിലേക്ക് കയറുകയാണ്. മീൻ വെട്ടി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മീൻ വറുത്ത് തുടങ്ങാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ കമൻറ്റ് ഇടണേ. ഇത് ഞാൻ ജലേഖ ജോൺ, എൻ്റെ പേരാണ് എൻ്റെ ചാനലിനും. അപ്പോൾ വരഞ്ഞ് കീറി പുരട്ടിയില്ല പുരട്ടാൻ പോവുകയാണേ. അപ്പോൾ നമുക്ക് എടുക്കേണ്ട മസാലകൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നാടൻ കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും എടുത്ത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത്, ഈ ചട്ടിക്കകത്ത് സ്വല്പം വെള്ളം ഉണ്ടാവും മീനിൻ്റെ ബാക്കിയായിട്ട്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് മീനെ ചേർത്ത് പിടിപ്പിക്കുക. കുരുമുളക് ഉള്ളതുകൊണ്ട് കൈപ്പുകയും, അതുകൊണ്ട് സ്പൂൺ ഉപയോഗിച്ചാൽ മതി, അതാ നല്ലത്. 10-15 മിനിറ്റ് മീനൊന്നതിൽ പിടിക്കാൻ വേണ്ടിയിട്ടേ, മീനയിൽ മസാലയൊന്ന് പിടിക്കാൻ വേണ്ടി അങ്ങനെ തന്നെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ പൊരിക്കണം. ഇഷ്ടമായോ? അത് സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്യുന്ന മസാലയിൽ സ്വല്പം വെളിച്ചെണ്ണ ചേർക്കുകയാണ് നല്ലതാണ്. ഇത് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്തിനാന്നല്ലേ വായോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്ക് മീനെ മുക്കാം. എന്തായിരുന്നു ചാട്ടം വെള്ളത്തിൽ കിടന്ന്. ഇപ്പം എണ്ണ കിടന്ന് ചാടിക്കോ. നല്ല വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് പതഞ്ഞ് പൊങ്ങുന്നത്. അങ്ങനെ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കണമെന്നില്ല. റേഡിയോ ഒക്കെ ഓൺ ചെയ്ത് പാട്ട് കേൾക്കാം, ഇല്ലെങ്കിൽ മൊബൈൽ ഓൺ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാണാം. TV കാണാൻ പോവല്ലേ, കരിഞ്ഞു പോകും. പിന്നെ നല്ലപോലെ മൊരിഞ്ഞ മീൻ മറിച്ചൊക്കെ ഇട്ട് തിരിച്ചും മറിച്ചും കുറേ നേരം ഇട്ട് നല്ല ഫ്രൈ ആയി കഴിയുമ്പം ബാക്കി ആ എണ്ണ വരുന്നുണ്ടല്ലോ, ആ എണ്ണയ്ക്കകത്തേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കിയെടുത്തിട്ട് നല്ല ഫ്രൈ ആയി കഴിയുമ്പം കുറച്ച് നാരങ്ങാനീരും സ്വല്പം ഉപ്പും കൂടി എടുത്ത് വീണ്ടും മിക്സ് ചെയ്ത്, അത് കഴിഞ്ഞ് ഈ മീൻ നമ്മൾ പുരട്ടിയെടുത്ത മസാല ചട്ടിക്കകത്ത് ബാക്കിയുണ്ടാവില്ലേ എപ്പോഴും പാത്രത്തിൽ, അതും കൂടി ആ മസാലയ്ക്കകത്തോട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ചോറ് ഒരു പിടി അങ്ങ് പിടിക്കണം. ഉച്ചക്കത്തെ ചോറ് കാലായി വരുന്നു. ചോറുണ്ണാൻ പുറത്ത് നമ്മുടെ സുന്ദരിക്കാക്കയില്ലേ, കറമ്പിക്കാക്ക, അവളിരുന്നത് കരയുന്നുണ്ട്. അടുക്കളയിൽ കയറിയാൽ മതി, അവൾ മാവേൽ വന്നിരിക്കും. കൊടുത്തില്ലെങ്കിൽ അന്ന് മുഴുവൻ കരച്ചിലാണ്. അപ്പം ഇത്ര എണ്ണ ബാക്കി വന്നിരിക്കുന്നില്ലേ, അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ആ ഉള്ളിയും വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിച്ച മസാല കിച്ചൺ ട്രഷേഴ്സിൻ്റെ മസാലയാണ്.
പരസ്യമല്ല. അങ്ങനെ ഈ സമയത്ത് നമ്മൾ എടുത്തുകൊണ്ട് വന്ന കുമ്പളങ്ങായും കായും പാഷൻ ഫ്രൂട്ട് ഇല്ല കേട്ടോ. നമ്മുടെ കോവയ്ക്ക ഉണ്ടായിരുന്നു, പഴുത്ത കോവയ്ക്ക, മൂത്ത കോവയ്ക്ക. നമുക്ക് വാളംപുളിക്ക് പകരം പുളിച്ച കോവയ്ക്ക ഇട്ടാൽ മതി, നല്ല പുളിയായിരിക്കും. 5-6 ഇട്ട് കഴിഞ്ഞാൽ സാമ്പാറിന് അത്യാവശ്യം 2-3 പേർക്ക് കൂട്ടാനുള്ള സാമ്പാറാണെങ്കിൽ അത്ര ഇട്ടാലും മതി. അങ്ങനെ സാമ്പാറും റെഡിയായി. നല്ലപോലെ മൊരിഞ്ഞ് കിട്ടുകയാണെങ്കിൽ ചോറിൻ്റെ കൂടെ, ചൂട് ചോറിൻ്റെ കൂടെ ഇളക്കി തിന്നാൻ ഇത് നല്ല ടേസ്റ്റാണ്. മീനെ നാരങ്ങ പിടിക്കണ്ടെങ്കിൽ മീൻ മാറ്റി വെച്ചോളൂ. ഇല്ലെങ്കിൽ ഒരുമിച്ച് പൊത്തി വെച്ച് അടച്ച് വെച്ച് കുറച്ച് നേരം സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊള്ളിച്ചതുപോലെ തന്നെ ടേസ്റ്റാവും. മീൻ പൊള്ളിച്ചതില്ലേ അതുപോലെ. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഇപ്പം തന്നെ വായിൽ വെള്ളം വന്നു. വലിച്ചു നീട്ടുന്നില്ല. ഇതാ കണ്ടോ ബാക്കി മസാല ഇരിക്കുന്നത്. അപ്പോൾ ഈ മസാലയും കൂടെ അതിൻ്റെ അകത്തടയ്ക്ക് മിക്സ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ കുരുമുളകൊക്കെ ഇല്ലേ, നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ എൻ്റെ സുന്ദരിക്കുട്ടി കുറച്ചു നേരം എൻ്റെ കയ്യിലിരുന്ന് കഥയും പറഞ്ഞ് ഇരുന്ന് കുറച്ച് നേരം. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് പണിക്കിറങ്ങി. കുറച്ച് പാവലും ചീരയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ചുവട്ടിൽ കളകളൊക്കെ ഒന്ന് പറിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഊണ് കഴിച്ച് കഴിഞ്ഞപ്പം മടിയായി, പക്ഷേ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇന്നത്തേക്ക് ടാറ്റ, ബൈ. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. എല്ലാവരും കാണണേ, കണ്ട അഭിപ്രായം പറയണേ. വരുന്നോ കഴിക്കാൻ? കുറച്ച് കാന്താരി കിട്ടിയതാ, ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണേ. പരസ്യമല്ല, ഞാൻ വീണ്ടും പറയുന്നു. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണന്ന്. നല്ല പനിയും ജലദോഷവുമാണ്, തൊണ്ടയൊന്നും വയ്യ. കറമ്പിക്കാക്കി ഇരിക്കുന്ന കണ്ടില്ലേ? ഇതാണ് എൻ്റെ സുന്ദരിക്കുട്ടികൾ. ഒരു രക്ഷയില്ല കേട്ടോ അവരെ കൊണ്ട്. അപ്പോൾ ടാറ്റാ, ബൈ, വീണ്ടും കാണാം.